ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ രാവിലത്തെയും പിന്നെ ഉച്ചക്കത്തെ ഇന്ന് ഒരു ദിവസത്തെ കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ രാവിലെ ഞാൻ കിച്ചണിൽ വന്ന് ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണ്. ചായ രാവിലെ മസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്പെഷ്യൽ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. മുട്ടക്കറിയും പൂരിയാണ് ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി 4 മുട്ട ഞാൻ ബോയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നീരുള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ചട്ടി ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെ 2 സവാള മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ വഴറ്റി വെക്കണം. അത് വഴന്ന് വന്നിട്ടാകുമ്പോൾ നമുക്കതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കാം. തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ വഴന്ന് വരണം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇത് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലൊരു മുട്ടക്കറി രാവിലെ അപ്പത്തിൻ്റെ, ചപ്പാത്തിക്ക്, ദോശയ്ക്ക്, പൂരിക്ക് എന്തിനും പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ കറിയാണ്. പച്ചമുളക്, വെളുത്തുള്ളിയെല്ലാം ഞാൻ ഇട്ട് കൊടുത്ത് പിന്നെ ബോയിൽ ചെയ്ത മുട്ട ഒന്ന് പിന്നെ തോട് കളഞ്ഞെടുക്കണം. അപ്പോൾ അത് തോട് കളഞ്ഞെടുക്കുന്നുണ്ട്. അവിടെ അത് തിളക്കുന്ന നല്ല ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ട തൊല്ലിയെടുക്കാം. അപ്പോൾ ഞാൻ 4 മുട്ടയും തൊല്ലിയെടുത്തിട്ടുണ്ട്. ചെറുതായി മുറിച്ച് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെ 2 കഷ്ണമാക്കിയിട്ടും ഇടാം, 4 കഷ്ണമാക്കിയിട്ടും ഇടാം. അതവരുടെ ഇഷ്ടം. ഞാൻ ചെറുതായി അരിഞ്ഞിട്ടിടുന്നുണ്ട്. എല്ലാ ഭാഗത്തും മുട്ട കഷ്ണം കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായി അരിഞ്ഞിടുന്നുണ്ട്, കഷ്ണങ്ങളാക്കിയിട്ടിടുന്നുണ്ട്. അപ്പോൾ എല്ലാ മുട്ടയും ഞാൻ ഇതുപോലെ മുറിച്ചെടുത്ത് അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് മിക്സാക്കിയിട്ടെടുക്കണം. നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ആ വെള്ളവും മുളക് പൊടിയും നല്ല മസാലയെല്ലാം നന്നായിട്ട് ചെറുതായി ഒന്ന് തിളച്ച് വരണം. ഉപ്പിട്ടിട്ടില്ല, ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. എന്നിട്ട് നമുക്കത് എന്താക്കണം, തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അത് പിന്നെ തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് പൂരിക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. ഇത് നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. തീ ഓഫാക്കി കൊടുക്കാം. തീ ഓഫാക്കിയിട്ട് തണുക്കാനായി മാറ്റി വെച്ച് ഞാനിത് പൂരിക്കുള്ള മാവ് കുഴച്ച് ബോൾസാക്കിയിട്ടെടുത്ത് എണ്ണയും വെച്ചിട്ടുണ്ട് ചൂടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഓരോ പൂരിയും ചുട്ടെടുക്കാം. എണ്ണ നല്ലതുപോലെ തിളച്ച് വന്നിട്ടാൽ നമുക്ക് ഓരോ പൂരി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടാലേ പൂരി നല്ലതുപോലെ പൊങ്ങി വരും. തീ കുറഞ്ഞു പോയാൽ പൂരി നല്ലതുപോലെ പൊങ്ങി വരില്ല.
അങ്ങനെ നമുക്ക് ഓരോ പൂരിയും ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ പൂരി ചുട്ടെടുത്തിട്ടായി. അപ്പോൾ നമ്മുടെ മസാല നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു മിക്സിൻ്റെ ജാർ എടുക്കാം. അതിലേക്ക് ഈ തണുത്ത പേസ്റ്റ് മസാല ഇട്ട് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. എന്നിട്ട് മസാലയാക്കി അതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചിട്ടെടുക്കണം. തിളച്ച് വന്നിട്ടാകുമ്പോൾ നമുക്ക് ആ ചെറുതായി മുറിച്ച് വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തിളച്ചാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മക്കൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി തിരക്കൂട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൂരിയുമായി കറിയുമായി അങ്ങനെ മക്കൾക്കൊക്കെ കൊടുക്കട്ടെ. അങ്ങനെ മക്കളൊക്കെ കഴിച്ച് മക്കൾ സ്കൂളിൽ പോയി. പിന്നെ ഞാനും ചായ കുടിച്ച് പൂരിയും മുട്ടക്കറിയും കഴിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് പിന്നെ ഉച്ചക്കേക്ക് ബീൻസ് ഇട്ടിട്ടുണ്ടായി. അങ്ങനെ ഇതാ ബീൻസ് തോരൻ വെക്കാൻ വേണ്ടി ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ദിവസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഫുഡൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല, രാത്രിക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇതാ ചെറുതായി അരിഞ്ഞ് ബീൻസ് ഞാനിതാ എണ്ണ ഒഴിച്ച് കൊടുത്തതിലേക്ക് കടുക് പൊട്ടിച്ച് പിന്നെ പച്ചമുളക് നീരുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ബീൻസ് ചെറുതായി അരിഞ്ഞ ബീൻസ് അതിലേക്ക് ഇട്ടിട്ട് പച്ചമുളകൊക്കെ ഇട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് പിന്നെ പോത്തിൻ്റെ തലച്ചോറ് എന്ന് പറയും, അത് കിട്ടിയിട്ടുണ്ടായി. നിങ്ങളെന്താ പറയാമെന്നൊന്നും അറിയില്ല, ഞങ്ങളങ്ങനെയാണ് പറയൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നീരുള്ളി തക്കാളി പിന്നെ പച്ചമുളകൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നല്ലതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട്. ചെറുതായി അരിഞ്ഞെടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ കഴുകിയിട്ട് പിന്നെ അരിപ്പയിലിട്ട് കൊടുക്കാം, എൻ്റെ വെള്ളം പോവാനായിട്ട്. അപ്പോൾ നമുക്ക് ബീൻസ് കറി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയത് മറന്നുപോയി. നീരുള്ളി തക്കാളി പച്ചമുളകൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുത്തത്, കുറച്ച് ഉണക്കമുളകും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ടാണ് മസാല തയ്യാറാക്കിയത്. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അങ്ങനെ ഇതാ ആ തലച്ചോറും കഴുകിയിട്ട് ഞാനിതാ ആ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വെന്തിട്ട് ആ വെള്ളം വറ്റി വരുന്നത് വരെ നമുക്ക് മൂടി വെച്ച് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ കറിയും ചോറെല്ലാം റെഡിയായി. ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. എല്ലാവരും ഒന്നിച്ചിട്ടുണ്ട് ഇന്ന്. ഭർത്താവും മക്കളെല്ലാം ഒന്നിച്ചിട്ട് എല്ലാവരും ഒന്നിച്ചിട്ട് അങ്ങനെ അപ്പോൾ ഒന്നിച്ചിട്ടുണ്ടാവൽ കുറവ് തന്നെ. അങ്ങനെ സന്തോഷത്തോടെ ഊണൊക്കെ കഴിച്ച് പിന്നെ രാത്രിക്കുള്ള ഫുഡ് ഇതാ ഓർഡർ ചെയ്തതാണ്. ഗ്രില്ലും പൊറോട്ടയാണ്. മോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, കേക്ക് അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതുതന്നെയാണ് സ്പെഷ്യൽ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ. ബായ്.